HIV അഥവാ എയ്ഡ്സ് എന്ന രോഗത്തെ പറ്റി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മരുന്നില്ലാത്തൊരു രോഗമാണ്. ആ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരുപാട് വേദന അനുഭവിച്ച്, നരകതുല്യമായിട്ടുള്ള വേദന അനുഭവിച്ചിട്ടായിരിക്കും ആൾ മരിച്ചു പോവുക. എയ്ഡ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ? ഓരോ മാസവും 100-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 15 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. കേരളത്തിൽ ആകെ മൊത്തം 23,608 HIV ബാധിതരുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു കൗണ്ടാണ്. അതുകൂടാതെ ദിനം പ്രതി ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു റിപ്പോർട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം തന്നെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളും എൻ്റെ ഈ യൂട്യൂബ് ചാനലിന്റെ സബ്ജക്റ്റ് അല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്നത് ക്രൈം വീഡിയോസ് ആണ്, റിയൽ ക്രൈം വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ കൂടുതലായിട്ടും വരുന്നത് അവിഹിതങ്ങളാണ്. കുറച്ചു മുമ്പ് കേരളത്തിലെ എയ്ഡ്സ് രോഗികളുടെ ഒരു കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിലെ 62% ഒരു വ്യക്തിക്ക് ഒന്നിലധികം പങ്കാളികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിഹിതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്നിലധികം പങ്കാളികൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഏത് രീതിയിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇതുകൂടാതെ ഈ 15 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് എയ്ഡ്സ് രോഗം വരുന്നത്? കേരളത്തിലെ കണക്കിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് എറണാകുളത്താണ്, രണ്ടാമത്തത് തിരുവനന്തപുരത്താണ്, മൂന്നാമത്തത് തൃശ്ശൂർ, നാലാമത്തത് പാലക്കാട്. ഈ രീതിയിലേക്കാണ് അതിന്റെ കണക്കുകളൊക്കെ വരുന്നത്. നമ്മുടെ മക്കൾക്ക്, ഇപ്പോഴുള്ള യുവതലമുറയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ടും നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല, മറിച്ച് നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളത്തിൽ ഇങ്ങനെ HIV ബാധിതരുടെ എണ്ണം ദിനം പ്രതി കൂടാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഡ്രഗ്സ് ആണ്, മയക്കുമരുന്നാണ്. അതിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, സിറിഞ്ച് കൊണ്ടുള്ള അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ് ഈ ഒരു രോഗം പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരിലേക്കും പകരുന്നത്. അത് മാത്രമല്ലാതെ ഇപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തെ പോലെയല്ല, വളരെ ഒരു ഫാന്റസിയാണ്. വളരെ പെട്ടെന്ന്, അതും യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ ഒരാളുമായിട്ട് കണക്ട് ആവുക, അയാളുമായിട്ട് ഈ രീതിയിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുക, അത് പെട്ടെന്ന് മറന്നു പോവുക, അടുത്തത് മറ്റൊരാളിലേക്ക് പോവുക. ഇത് സർവ്വസാധാരണമായിരിക്കുകയാണ്. ആർക്കും യാതൊരു മൂല്യവും ഇല്ല, ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യവും കൊടുക്കാതെയാണ് ഈ ഒരു ശാരീരിക ബന്ധം ഇപ്പോൾ ഈ പറയുന്ന 15 വയസ്സ് മുതൽ 22 വയസ്സുള്ള ഒരു ഏജ് കാറ്റഗറിയിലെ അതിനിടയിലുള്ള കുട്ടികളിൽ സംഭവിക്കുന്നത്. നമ്മുടെ കൊച്ചിയിൽ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ്. അങ്ങനെ പറയാനുള്ള കാര്യം, പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ ഈ പറയുന്ന പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും കൊച്ചിയിലേക്ക്, എറണാകുളത്തേക്ക് ഓരോ കോഴ്സ് പഠിക്കാനായിട്ട് മക്കളെ വിട്ടാക്കും. അവരവിടെ എത്തിയിട്ട് പല ആളുകളുമായിട്ട് പെട്ടെന്ന് തന്നെ പരിചയപ്പെടും. കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ സുഹൃത്തായിരിക്കും. ഇങ്ങനെയെല്ലാം തന്നെ പരിചയപ്പെട്ടിട്ട് അവരുമായിട്ട് പെട്ടെന്ന് ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറച്ചു കാലം, മേ ബി 1, 2, 3 മാസം അവരത് തുടരും. അതിനുശേഷം പെട്ടെന്ന് ബ്രേക്കപ്പ് ആയിട്ട് മറ്റൊരാളുമായിട്ട് പോകും. ഇതാണ് ഇപ്പോൾ പൊതുവെ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിനക്കിതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എറണാകുളത്തെ ഓരോ ഹോസ്പിറ്റലിലും ഓരോ ദിവസവും 30 മുതൽ 50 ഗർഭചിത്രങ്ങളാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്, റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ഓരോ അപ്ലിക്കേഷനുകൾ ഉണ്ട്, സെപ്പറേറ്റ് ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, അതിനുശേഷം ഏത് ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിലൊരു കണ്ടീഷൻ പറയുന്നത് ഒരാളെ കൂടെ കൂട്ടണമെന്നാണ്. അത് ആരോ ആവാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും. ഒരു ദിവസം ഒരു കിറ്റ് കൊടുക്കും, ഒറ്റ ദിവസത്തെ പരിപാടി മാത്രം, റെസ്റ്റ് ഒന്നും ആവശ്യമില്ല. തൊട്ടടുത്ത ദിവസം മുതൽ ഇവർ ഈ പറയുന്ന പോലെ കോളേജിലേക്കോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്കോ കണ്ടിന്യൂ ആയിട്ട് പോയി തുടങ്ങും. ആർക്കും യാതൊരു സംശയം ഉണ്ടാവില്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ശാരീരികമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കുട്ടികളുടെ മനസ്സിൽ അതിനൊരു മൂല്യമൊന്നുമില്ല. അവർക്ക് ആ ഒരു വികാരം തോന്നി, പെട്ടെന്ന് അത് ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. ഇനി മറ്റൊരാളോട് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് വേഗം പോയിട്ട് ചെയ്യുക. ഇത് ഞാൻ പഴയ കാലഘട്ടത്തിലുള്ള എല്ലാവരെയും പൊക്കി പറയുകയാണെന്ന് വിചാരിക്കരുത്. ആ സമയത്ത് അങ്ങനെയുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷെ അതുകൊണ്ടാവാം. എന്തായാലും എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത്, എനിക്കിപ്പോൾ 32 വയസ്സായി. ഇപ്പോൾ നമ്മളുടെയൊക്കെ ആ ഒരു ടീനേജ് കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ സത്യമായിട്ട് പറയാണ്, എനിക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ തന്നെ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ്. ഞാൻ പെട്ടെന്ന് ഫ്രണ്ടിൽ പോയിട്ട് മുഖത്ത് നോക്കിയൊന്നും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതുപോലെ ആളുകളോട് ഇടപഴകിയ സമയത്താണ് കുറച്ചെങ്കിലും ധൈര്യം വന്നത്. അത്ര പോലും പേടിയായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ പണിഷ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിലിരുന്ന് സംസാരിച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ പെൺകുട്ടികളുടെ ബെഞ്ചിന്റെ പുറകിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കും ഇരുത്തുക. അതുപോലും നമുക്ക് വലിയൊരു അപമാനമായിരുന്നു, വലിയൊരു പ്രശ്നമായിരുന്നു. നാണക്കേട് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാലഘട്ടം മാറി, ടെക്നോളജി മാറി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പാസിംഗ് ഫാന്റസി, ഒക്കെ ഒരു
എന്താ പറയാ, സാധാരണ കാര്യം പോലെയാണ്. എന്നെ പേഴ്സണലി വളരെ ഭയപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് 15 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് എയ്ഡ്സ് രോഗം എന്നൊക്കെ പറയുന്ന സമയത്ത് ലോകം എന്താണെന്ന് പോലും അറിയില്ല. അവരുടെ ആ ഒരു പൊട്ടത്തരത്തിന്റെ തോന്നലിന്റെ ആ ഒരു ബേസിൽ ഈ പറയുന്ന ശാരീരിക ബന്ധം മാത്രമല്ല, മയക്കുമരുന്നിന്റെ ഉപയോഗം, ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ഒക്കെ ഇല്ലേ, ഇഞ്ചക്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്, അതിന്റെയൊക്കെ ഉപയോഗം ഒരുപാട് കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇത് റെയർ കേസ് അല്ല. ഓരോ മാസവും 150, 200, 300 കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. HIV എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള ഒരു രോഗം ലോകത്ത് നിന്നും തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇതിന്റെ പേരിൽ ഒരുപാട് ഫണ്ടുകളൊക്കെ ഒഴുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാടൊക്കെ കുറയ്ക്കാനായിട്ടും അതുപോലെ ജനങ്ങൾക്ക് എല്ലാവരെയും ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം ആകെ മൊത്തം തകിടം മറിഞ്ഞിരിക്കുകയാണ്. ആദ്യമെല്ലാം തന്നെ നമ്മളെയായിരുന്നു, കേരളത്തിലുള്ള ജനങ്ങളെയായിരുന്നു എല്ലാവരും നോക്കി മാതൃകയാക്കേണ്ടത് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ അവിടെയാണ് ഏറ്റവും കൂടുതൽ. വെളി രാജ്യങ്ങളിൽ പോലും ചെയ്യാൻ മടിക്കുന്ന, ഭയപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോഴുള്ള യുവതലമുറ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത്, യാതൊരു പേടിയും കൂടാതെ. ഈ പറയുന്ന വെളി രാജ്യങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ ഉണ്ട്, അതെല്ലാം തന്നെ വളരെ സ്ട്രോങ്ങും ആണ്. എന്നാൽ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവന് അസുഖം വന്നു കഴിഞ്ഞാൽ അവനും അവന്റെ വീട്ടുകാർക്കും പോയി. അതല്ലാതെ സമൂഹം അതിൽ പ്രത്യേകിച്ച് പ്രതിബദ്ധതയൊന്നും ഏറ്റെടുക്കില്ല. സ്വന്തം കാര്യം നമ്മൾ നോക്കിയേ പറ്റൂ. അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യം വൃത്തിക്ക് നോക്കുകയാണെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞ പോലെ ഈ ലോകം നന്നാവാനായിട്ട് അവനവൻ സ്വയം നന്നായാൽ മതി, ലോകം തനിയെ നന്നായിക്കോളും. അപ്പോൾ ആ ഒരു കാര്യം എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും സ്വയം നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സിസ്റ്റം സത്യത്തിൽ ഫെയിൽ ആയിട്ടുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നല്ല രീതിയിൽ ഇതിന്റെ വിപണനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പയ്യന്മാർ ഇതിൽ പെട്ടിട്ട് ഇപ്പോഴും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനി തിരിച്ചു വരാനായിട്ട് കഴിയില്ല. അവരതിൽ പെട്ടുപോയി അവരതിന്റെ ഉപയോഗവും വിൽപ്പനയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രവൃത്തി കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടാനായിട്ട്, വർദ്ധിക്കാനായിട്ട് സാധ്യത ഒരുപാട് കൂടുതലാണ്. ഈ ചാനലിലെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ക്ഷമിക്കണം. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം സ്ഥിരമായിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ക്രൈം സ്റ്റോറി അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഇതെനിക്ക് പറയണം തോന്നി, ഇല്ലാതെ വല്ലാത്തൊരു ശ്വാസം മുട്ടല്. അതുകൊണ്ട് പറയാണ്, എന്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു കാര്യം നമ്മളുടെ വീട്ടിലേക്ക് വരാതിരിക്കാനായിട്ട്? നമ്മളുടെ മക്കളെ നല്ല രീതിയിൽ നിരീക്ഷിക്കുക, അവരെ തുറന്ന് വിടാതിരിക്കുക. അവർക്ക് എന്താണെന്നുള്ള കാര്യം അറിയില്ല. ഞാൻ മുമ്പും പല വീഡിയോയിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയാണ്. ഇതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അവരെ മാനസികമായിട്ട് ഇല്ലാതാക്കും ഈ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ മക്കളെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പഠിക്കാനായിട്ട് അയക്കുന്നവർ അവരവിടെ എന്താണ് ചെയ്യുന്നത്, ആരുടെ കൂടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. അവിടെയുള്ള ആരെങ്കിലുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് എന്തായാലും നിലനിർത്തി വരണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഏതിലേക്കാണ് ചെന്ന് പെടുന്നതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല. ഞാൻ ഇന്നലെ ഒരു കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വക്കീല് സ്വന്തം അച്ഛനെ ഈ രീതിയിൽ ക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു കേസ്. അതിൽ ഒരു വക്കീലാണ് അയാള്. എന്നിട്ട് അയാൾ ചെയ്ത കാര്യം കണ്ടില്ലേ? അയാൾ ഈ പറയുന്ന രാസലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അയാൾ ഈ പ്രവൃത്തി ചെയ്തത്. അയാൾക്ക് ബോധമില്ല, അയാൾ അബ്നോർമലാണ്, നോർമൽ അല്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഇത് തന്നെയാണ് എല്ലാ വീട്ടിലും സംഭവിക്കാനായി പോകുന്നത്. പിന്നെ ഈ പറയുന്ന എയ്ഡ്സിന്റെ രോഗവും. അപ്പോൾ എല്ലാം തികഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കുക, മക്കളെ നല്ല രീതിയിൽ സൂക്ഷിക്കുക, മോണിറ്റർ ചെയ്യുക. അവരുടെ സ്വാതന്ത്ര്യം എല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തേത്, അവരോട് നല്ലൊരു ഫ്രണ്ട്ലി ഇമേജ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അവരെല്ലാ കാര്യവും ഒരു പരിധിവരെ നമ്മളോട് തിരിച്ച് പറയും. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ തുറന്ന് പറയും. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് മക്കൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മക്കൾ ഒരിക്കലും മറ്റൊരാളോട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. അത് നമ്മളോട് വേണം ഷെയർ ചെയ്യാനായിട്ട്. ആ രീതിയിലുള്ളൊരു ബന്ധം അവരായിട്ട് ഉണ്ടാക്കി വെക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു പലരിലേക്കും അവർ അടുപ്പം കാണിക്കും. ഈ പറയുന്ന പലരെന്ന് പറയുന്ന വ്യക്തികൾ നല്ലതാവണം എന്നില്ല, ഒരുപക്ഷെ ഏത് രീതിയിലേക്കാണ് അവരെ കൊണ്ട് ചാടിക്കുക എന്നറിയില്ല. അതുകൊണ്ട് മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഈ ഒരു അവസ്ഥ നമ്മളുടെ എല്ലാം സ്വന്തം വീട്ടിലേക്ക് വരാതിരിക്കട്ടെ. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു, ലൈഫ് കഴിഞ്ഞു, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ആളുടെ ജന്മം, ആളുടെ ജീവിതം എല്ലാം പോയി. വീട്ടുകാർക്കും തീരാൻ നഷ്ടമാണ്, വേദനയാണ്, നരക തുല്യമായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് എന്നുള്ള കാര്യം ശരിക്കും വല്ലാത്തൊരു ഭയത്തോടു കൂടി തന്നെ നിങ്ങൾ നോക്കിക്കാണണം. ഈ ഒരു റിപ്പോർട്ട് എല്ലാം തന്നെ ഓരോ മാസവും 160, 170 റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ എയ്ഡ്സ് രോഗികൾ വരിക, അതിൽ ഈ പറയുന്ന 15 വയസ്സിനും 22 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ വരിക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു അപകട സൂചനയാണ്, അല്ലേ? അല്ലാതെ ഈ പ്രവൃത്തി ചെയ്യുന്ന
ആളുകൾക്ക് മാത്രമല്ല അത്, കുട്ടികൾക്കാണ് കൂടുതലും വരുന്നത് അവരുടെ പ്രവൃത്തി മൂലം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ഗർഭചിത്രം, ഓരോ ഹോസ്പിറ്റലിലും ദിവസവും, എറണാകുളത്ത് മാത്രം കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്, എറണാകുളത്തെ ഓരോ ഹോസ്പിറ്റലിലും ദിവസവും 50-ലധികം കേസുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയ കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയായിരിക്കും ഈ കുട്ടികളുടെ ജീവിത രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അവരുടെ ജീവിത രീതി അത്രയും മോശമായിട്ടാണ്. നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. സീരിയസ്ലി പറയാണ്, ഒരുപാട് അപകടത്തിലൂടെയാണ് കുട്ടികൾ എല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എല്ലാവരും, എല്ലാ കാര്യവും ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. എനിക്കിത് പറയണം, പറഞ്ഞേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ക്രൈം കേസുമായിട്ട് പഴയ പോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.